ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തമിഴ്നാട് വെഡ്ഡിംഗ് സ്റ്റൈൽ പൊട്ടറ്റോ മെഴുക്കുവരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. സോ അതിനായിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പും കുറച്ച് കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളക് നെടുകെ കീറിയതും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള നമുക്ക് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർക്കണം, എങ്കിൽ മാത്രമേ ആ തമിഴ്നാട് ടേസ്റ്റ് നമുക്ക് ഈ കറിക്ക് കിട്ടുകയുള്ളൂ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. സവാളയ്ക്കും തക്കാളിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. കാരണം നമ്മൾ പൊട്ടറ്റോ ഉപ്പിട്ട് വേവിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കണം. പൊടികൾ കരിഞ്ഞു പോകരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടികൾ ചേർക്കുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ടങ്ങ് മാറണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം മതിയാകും. ഈ തക്കാളിയൊക്കെ ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടങ്ങ് കുക്കാവണം. സോ തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് പാത്രം അങ്ങ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. പാത്രം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകി ആവശ്യത്തിന് ഉപ്പുമിട്ട് വെള്ളവും ഒഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതായിരുന്നു. ഇനി ഈ കിഴങ്ങിലോട്ട് ഈ മസാലയൊക്കെ അങ്ങൊന്ന് പിടിക്കണം. ഇത് കേർഡ് റൈസിന്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. കേർഡ് റൈസിന്റെ കൂടെ മാത്രമല്ല, കോക്കനട്ട് റൈസിന്റെ കൂടെയും ലെമൺ റൈസിന്റെ കൂടെയും ഈവൻ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ കിഴങ്ങ് ഓവറായിട്ട് അങ്ങ് കുക്കായി പോകരുത്. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയില ഒന്നും ഇട്ട് കൊടുക്കാം. മല്ലിയില ഒന്നും ഒഴിവാക്കരുത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കായപ്പൊടിയും ഒഴിവാക്കരുത്. കായപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആണ് നമ്മുടെ ഈ കറിക്ക്. അപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പൊട്ടറ്റോ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.